കൊച്ചേ ആ നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ലെന്ന് വെച്ചു. ആ ഞാനിന്ന് വ്യക്തിയേ ഇല്ല. ആ അപ്പൊ പെട്ടെന്ന് കൊച്ചിന്റെ കല്യാണം ഉറപ്പിക്കുകയാണ്. അപ്പൊ കൊച്ചു ആരെയായിരിക്കും സെലക്ട് ചെയ്യുന്നത്? കൊച്ചല്ലേ വേറെ ആരാ ചൂസ് ചെയ്യാൻ? അങ്ങനെയല്ലാന്നേ, ആ ഞാനിന്ന് വ്യക്തിയേ ഇല്ല, ഞാൻ ജനിച്ചിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ എന്തായിരിക്കും, ആരെയായിരിക്കും സെലക്ട് ചെയ്യുന്നത്? ഇപ്പൊ കൊച്ചല്ലേ പറഞ്ഞു, കൊച്ചല്ലേ വേറെ ആരാ ഞാൻ ചൂസ് ചെയ്യാം? ഇതന്നെ ഇങ്ങനെയൊക്കെ പറയാം. പോടും. ഇത്രയും നാളത്തെ ലൈഫ് എക്സ്പീരിയൻസിൽ ആരേലും ഒരാളോട് താല്പര്യമൊക്കെ തോന്നാതിരിക്കും? ഇപ്പം അങ്ങനെ പറയുകയാണെന്നെങ്കിൽ ഒരാളുണ്ട്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകൊച്ചെ, അവൾ നല്ല എണ്ണയൊക്കെ തേച്ച് നല്ല സോപ്പൊക്കെ ഇട്ട് കുളിച്ച് സുന്ദരിയായിട്ട് അവൾ വരുന്നത്. നന്നായിട്ട് പാട്ടൊക്കെ പാടുമായിരുന്നു കൊച്ച്. ഞാനിപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തുറന്നു പറയുന്നതുകൊണ്ട് കൊച്ചു പിന്നെ ഇത് പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കരുത്. ഏയ്, കൊച്ചിനെ അറിയത്തില്ല എന്നെ, ഞാൻ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് അല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പല വഴിക്ക് അങ്ങ് പിരിഞ്ഞു പോയി. അത് കഴിഞ്ഞ് പിന്നെ എത്ര പെണ്ണുകൾ ഇങ്ങനെ ജീവിതത്തിൽ അല്ല എത്ര കാലങ്ങൾ കടന്നുപോയി. എന്നിട്ട് നിന്നെ കെട്ടി തലയിലായി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. A few moments later. കൊച്ചേ ഡാ എന്നൊരു ചായ തരാം അവിടെ. മറ്റുള്ളവരോട് പോയി ചായ.